സ്നേഹമുള്ളവരെ, ദാമ്പത്യബന്ധത്തിൻ്റെ മറ്റൊരു തലമാണ് തക്കതായ തുണ. ചേർന്ന ഇണയെക്കുറിച്ച് ഒരിക്കൽ നമ്മൾ കണ്ടു. തക്കതായ തുണ. എന്താ തക്കതായ തുണ? വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നതാണ് തക്കതായ തുണ. ഭർത്താവിന് ഒരു ചെറിയ തകർച്ച വരുമ്പോൾ ആ സമയത്ത് സാന്ത്വനമായി നിൽക്കുന്നതാണ് തക്കതായ തുണ. ഭാര്യയ്ക്ക് ഒരു ചെറിയ ടെൻഷൻ വരുമ്പോൾ ആ സമയം ഭർത്താവ് നിഴലുപോലെ നിൽക്കുന്നതാണ് തക്കതായ തുണ. പലപ്പോഴും ഈ തുണയാകാൻ പറ്റുകയില്ല, തക്കതായ തുണയാകാൻ പറ്റുകയില്ല. എപ്പോഴാണ് അപകടം? ഭാര്യയെക്കുറിച്ച് ഭർത്താവിൻ്റെ മാതാവും പെങ്ങന്മാരും പിതാവും കുടുംബാംഗങ്ങളും ഒറ്റപ്പെടുത്തി കുറ്റം പറയുമ്പോൾ അവർക്കൊപ്പം ഭർത്താവ് ചേർന്നാൽ അവൻ തക്കതായ തുണയല്ല. അങ്ങനെ എല്ലാവരും സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തുമ്പോൾ അവളെ പക്ഷം പിടിച്ച് അവളെ നീതീകരിച്ച് അവൾക്ക് യാതൊരു തളർച്ചയും വരാതെ ഉയർത്തിപ്പിടിച്ച് സൂക്ഷിക്കുന്ന ഭർത്താവാണ് തക്കതായ തുണ. ഭർത്താവിനെക്കുറിച്ച് മാതാപിതാക്കളും സഹോദരിമാരും ആങ്ങളമാരും കുടുംബാംഗങ്ങളും ഒരുപാട് താഴ്ത്തി പറയുമ്പോൾ അവൻ്റെ പക്ഷം പിടിച്ച് അവനൊപ്പം നിന്ന് നിൽക്കുന്നതാണ് തക്കതായ തുണ. ചിലപ്പോഴെങ്കിലും തുണയാകേണ്ട നമ്മൾ കെണിയായി മാറാറുണ്ട്. ഭർത്താവിൻ്റെ കുറ്റം വീട്ടുകാർ പറയുമ്പം അവർക്കൊപ്പം നിന്ന് ഭർത്താവിനെ പരിഹസിക്കുന്ന ഭാര്യയാണ്. ഭാര്യയുടെ കുറ്റം വീട്ടുകാർ പറയുമ്പോൾ അവർക്കൊപ്പം നിന്ന് ഭാര്യയെ തടയുന്ന ഭർത്താവാണ്. ജീവിതത്തിൽ ആ പെരുമാറ്റങ്ങൾ ഉണ്ടാകരുത്. ശ്രദ്ധയോടുകൂടി എപ്പോഴും ഒരു തുണ അവർക്ക് തോന്നണം. ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കെട്ടിയവനുണ്ട്. ഭർത്താവിന് തോന്നണം, ആരെല്ലാം കൈവിടിഞ്ഞാലും എൻ്റെ ഭാര്യയുണ്ട്. അമ്മ പോകാം, അപ്പം പോകാം, പക്ഷെ അവളുണ്ട്, അവനുണ്ട്. അതാണ് വിവാഹത്തിൽ പറയുന്നത്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. സ്ത്രീ സ്വന്തം ഭവനത്തെ മറന്ന് ഭർത്താവിനോട് ചേരും. അതാണ് തക്കതായ തുണ. ഭർത്താവിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ആ വീട്ടിലെ കുറ്റവും കുറവും മൊബൈൽ ഫോണിലൂടെ അമ്മയോടും ആങ്ങളമാരോടും വിളിച്ചു പറയുന്നവൾ തക്കതായ തുണയല്ല. ഭാര്യയുടെ കുറവ് പെങ്ങന്മാരോടും കുടുംബാംഗങ്ങളോടും കൂട്ടുകാരോടും പറയുന്ന ഭർത്താവ് തക്കതായ തുണയല്ല. ജീവിതത്തിൽ വിവേകത്തോടുള്ള പെരുമാറ്റം, വിവേകത്തോടുള്ള ഇടപെടൽ, അവിടെയാണ് തക്കതായ തുണ. ചിലപ്പോഴെങ്കിലും ഈ തക്കതായ തുണ ആകാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ നടന്ന കുടുംബങ്ങളുണ്ട്, ഡൈവോഴ്സിലെത്തിയ കുടുംബങ്ങളുണ്ട്, തകർന്നു പോയ ദാമ്പത്യങ്ങളുണ്ട്. കാരണം തക്കതായ തുണയാകാൻ കഴിഞ്ഞില്ല, അതിൻ്റേതായ പരാജയം. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. പാളിച്ചകളെ പറ്റിയോ തിരുത്താം. ദൈവത്തിൽ ആശ്രയിക്കാം. ആശ്രയിച്ച് എൻ്റെ ഭർത്താവിൻ്റെ ഏത് കാര്യത്തിലും തക്കതായ തുണ. രോഗം വരുമ്പോൾ കൂടെയിരുന്ന് ശുശ്രൂഷിക്കുന്ന തുണ. മനസ്സിന് ഭാരം വരുമ്പോൾ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്ന തുണ. ആത്മീയമായി വരളുമ്പോൾ പ്രാർത്ഥിക്കാൻ ഭർത്താവിനെ നിർബന്ധിക്കുന്ന ഒരു തുണ. ഭാര്യയ്ക്ക് ഒരു ശാരീരിക തടസ്സം വരുമ്പോൾ കൂടെയിരുന്ന് മരുന്ന് പുരട്ടി ഭക്ഷണം ചൂടാക്കി കൊടുക്കുന്ന ഭർത്താവ് തക്കതായ തുണ. മനസ്സിന് നമുക്കൊരു ഭാരം വരുമ്പോൾ സാരമില്ലടി, ഞാനല്ലേ കൂടെയുള്ളത്, വാക്കു പറയുന്ന തുണ. ആത്മീയമായ വരൾച്ച വരുമ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ബലപ്പെടുത്തുന്ന ഒരു തുണ. കുഞ്ഞുങ്ങൾക്ക് ഒരു ബലഹീനത ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടെയില്ലേ മക്കളെ എന്ന് പറയുന്ന പാർന്നോന്മാരുടെ ഒരു സാന്ത്വനത്തിൻ്റെ തുണ. അങ്ങനെ തക്കതായ തുണയാകണം. അങ്ങനെയാകാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ കാര്യങ്ങളിലായില്ലേ തിരുത്താം. ആകാൻ ശ്രമിക്കാം. ദൈവത്തിലേക്ക് അടുക്കാം. ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.